പഠനരംഗത്ത് എങ്ങനെ വിജയിക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു ഇന്നലെ നാം സംസാരിച്ചിരുന്നത്. വിദ്യാർത്ഥിയുടെ ഫാമിലി, ആ ഫാമിലിക്ക് വലിയ റോളാണ് വിദ്യാർത്ഥിയുടെ വിജയത്തിലുള്ളത്. പല ആളുകളും പറയാറുണ്ട്, വലിയ ഉയർന്ന പദവിയിലൊക്കെ ചില ആളുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മോടൊന്നും നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ഇതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പഠനത്തെക്കുറിച്ചോ പഠിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചോ ആരും പറയാറില്ല, ആരും പ്രചോദനം നൽകാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രചോദനം നമുക്കും കിട്ടിയിരുന്നെങ്കിൽ നാമും അതുപോലെ ആകുമായിരുന്നു എന്ന് പല ആളുകളും പറയാറുണ്ട്. അതിന്റെ പ്രധാന കാരണം മാതാപിതാക്കൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. മദ്രസയിലും സ്കൂളിലും ഒരാചാരത്തിന്റെ ഭാഗമായി പറഞ്ഞയക്കുന്നതിലുപരി പല മാതാപിതാക്കളും ഇപ്പോഴും ബോധവാന്മാരല്ല. കുറെയൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും ബോധവാന്മാരല്ല എന്നതാണ് വസ്തുത. മദ്രസയിലും സ്കൂളിലും കഴിഞ്ഞ് വീട്ടിൽ വരുന്ന വിദ്യാർത്ഥികളോട്, സന്തതികളോട് ഇന്ന് എന്തായിരുന്നു ക്ലാസ്സിലെ ചർച്ച, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അധ്യാപകൻ ചോദിച്ചത്, നിനക്ക് എത്ര ആൻസർ കിട്ടി, ആരായിരുന്നു പ്രൈസ് വാങ്ങിയിരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന മാതാപിതാക്കൾ എത്ര പേരുണ്ട്? വിദ്യാർത്ഥികളുടെ നോട്ട്സുകൾ പരിശോധിച്ച് സ്റ്റാർ വാങ്ങിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? ആരാണ് ഇതിനൊക്കെ ചെയ്യാറുള്ളത്? പണ്ട് പലപ്പോഴും നമ്മൾ പല ക്ലാസുകളിലും പറയാറുള്ളത് പോലെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ എടുക്കുന്ന ഒരു KSRTC വണ്ടിയുണ്ട്. അത് 12:30 മണിക്കാണ് അവിടെ നിന്ന് എടുക്കുക. അങ്ങനെ തിരിച്ച് മറ്റ് സ്റ്റേഷനിൽ എത്തുന്നത് പിറ്റേന്ന് 12 മണിക്കാണ്. 12 മണി കഴിഞ്ഞ് 2 മണിക്കത് തിരിച്ചു വരികയും ചെയ്യും. ഇതിന്റെ ഇടയിൽ ആ നാട്ടുകാർ ആ ബസ്സിനെ കുറിച്ച് അറിയുന്നില്ല. ഇതേ പ്രകാരത്തിലാണ് പല മാതാപിതാക്കളും. പ്രത്യേകിച്ച് പിതാവ് രാവിലെ സുബഹിക്ക് മുമ്പ് തന്നെ ജോലിക്ക് പോകും. വരുന്ന സമയത്ത് രാത്രി 10, 10:30, 11, 12 മണിയാകുമ്പോഴേക്ക് സന്തതികൾ ഉറങ്ങിയിരിക്കും. പിന്നെ ഒരു സൺഡേ ഡേയിലാണ് ആ പിതാവിനെ സന്തതികൾ കാണുന്നത്. അന്ന് കല്യാണത്തിന്റെ പൂരങ്ങളാണ്, അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളുടെ തിരക്കിലാണ്. അങ്ങനെ ഒരു പിതാവിനെ ആഴ്ചയിൽ 24 മണിക്കൂറും കാണാത്ത എത്ര സന്തതികളുണ്ട്? അതിന്റെ ഇടയിൽ വീട്ടുകാര്യങ്ങൾ ചോദിക്കാനോ, നമ്മുടെ കുട്ടികൾ പഠിച്ച് എവിടെ എത്തിയെന്നോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നോ, അവരെന്തൊക്കെയാണ് പഠിച്ചത് എന്നോ, എപ്പോഴാണ് അവർ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്താറുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന മാതാപിതാക്കൾ എത്ര പേരുണ്ട്? അപ്പോ കുടുംബത്തിന്റെ, മാതാവിന്റെയും പിതാവിന്റെയും റോൾ അതിബൃഹത്താണ്. അവർ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ നൽകുക, അവർക്ക് വലിയ പദവികൾ കിട്ടുന്ന സമയത്ത് അഭിനന്ദിക്കുക, അഭിനന്ദിക്കുന്നതോടൊപ്പം ചില യാത്രകളിലൊക്കെ അവരെയും കൂട്ടി അവർക്ക് മാനസികമായ വികാസം ഉണ്ടാക്കിക്കൊടുക്കുക. നമുക്കറിയാം, ഇന്ന് ചൈനയിൽ എല്ലാ വസ്തുക്കളും കുടിൽ വ്യവസായം തഴച്ച് വളരുന്ന ഒരു രാജ്യമാണ് ചൈന. ചൈനയുടെ ഉൽപ്പന്നങ്ങളില്ലാത്ത ഒരു മനുഷ്യർ ഉണ്ടോ എന്നത് സംശയമാണ്. ഇലക്ട്രോണിക്സ് ആയിരുന്നാലും മറ്റു ഉപകരണങ്ങളായിരുന്നാലും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത ഒരു മനുഷ്യൻ ഇല്ല. എന്താണ് അതിന്റെ കാരണം? ചരിത്രം തേടി നിങ്ങൾ ചൈനയെ കണ്ട് പഠിക്കുക എന്ന പ്രവാചക വചനത്തിന്റെ പൊരുൾ തേടി ഒരു യാത്ര നടത്തിയപ്പോൾ
ചരിത്രപരമായി കണ്ട ഒരു യാഥാർത്ഥ്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പൗരാണിക ചൈനയിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രൊഡക്ഷൻസ് പുറത്തിറക്കിയാൽ രാജോചിതമായ അംഗീകാരവും സ്വീകാര്യതയും അഭിനന്ദനങ്ങളും ഉണ്ടാവുകയും കൊട്ടാരങ്ങളിൽ അത് ദിവസങ്ങളോളം പ്രദർശിപ്പിച്ചിരുന്നു. അത് ദർശിക്കുന്നവർ ആ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ ഉപജ്ഞാതാവിനെ സമ്മാനങ്ങൾ കൊടുത്ത് ആദരിക്കുകയും വലിയ പദവികളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഈ ഒരു മോട്ടിവേഷനാണ് ചൈനയിൽ ആളുകളെ ഈ രീതിയിൽ ഉയർത്താൻ കാരണമെന്ന് അല്ലാമ ഇബ്നുൽ വർദി അവിടുത്തെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ള ഇന്നത്തെ പൊതു സ്വഭാവം എന്താണ്? ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉൽപ്പന്നം പുറത്തിറക്കിയാൽ അൽഹംദുലില്ലാ വളരെ ഉഷാറായിട്ടുണ്ട് എന്ന് പറയുന്ന എത്ര ആളുണ്ട്? 98% പറയണമെന്നുണ്ടെങ്കിലും അവന്റെ നാവ് പൊന്തുകയില്ല. അതിന് കാരണങ്ങൾ വിവിധങ്ങളാണ്. ഇതിനാണ് ഹതഭാഗ്യത എന്ന് പറയുന്നത്. തന്റെ സുഹൃത്ത് ഒരു നല്ല ഉൽപ്പന്നം പുറത്തിറക്കുമ്പോൾ അവനെ അഭിനന്ദിക്കാനുള്ള മനസ്സില്ലാത്തവരാണ് ഹതഭാഗ്യർ. ഇവിടെ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും തടസ്സമാകാൻ പാടില്ല. അത് മനുഷ്യത്വത്തിന്റെ ഉള്ളറയിൽ നിന്ന് വരേണ്ട യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്തൊക്കെ പൊതുവെ കണ്ടുവരുന്ന ഒരു സ്വഭാവം, ഒരു വിഷയം ഒരാൾ പുറത്തിറക്കിയാൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തി മൂലയിലാക്കി ഒതുക്കി നിർത്തേണ്ട പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രൈസ് കിട്ടിയ ആളുകളെ അഭിനന്ദിച്ച് അദ്ദേഹത്തെ ഉയർത്തുക എന്നത് വളരെ വിരളമാണ്. ആഗ്രഹമുണ്ടെങ്കിലും നിരുത്സാഹപ്പെടുത്തലാണ് പലരും. ഇങ്ങനെ ഈ നിരുത്സാഹപ്പെടുത്തുക എന്ന് പറയുന്നത് വിജയത്തിൽ നിന്ന് പിറകോട്ട് നയിക്കും. അങ്ങനെ ചൈനയിൽ കുടിൽ വ്യവസായം ഇങ്ങനെ തയച്ചു വളരാനുള്ള പ്രധാന കാരണം എല്ലാ ജനങ്ങൾക്കും രാജോചിതമായ മോട്ടിവേഷനാണ് എന്ന് അല്ലാമ ഇബ്നുൽ വർദി പറയുമ്പോൾ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ, നിങ്ങൾ ചൈനയെ കണ്ടു പഠിക്കുക. നിങ്ങൾ ചൈനയിൽ പോയി ഇൽമിനെ പഠിക്കുക എന്നും അതിന് ആശയം പറയാറുണ്ടെങ്കിലും എന്റെ മെമ്മറിയിൽ തോന്നുന്ന ആശയം ചൈനയെ കണ്ട് നിങ്ങൾ പഠിക്കുക എന്നും ഇതിന് വ്യാഖ്യാനം നൽകുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആകയാൽ പിതാവും മാതാവും കുടുംബങ്ങൾ ഒന്നടങ്കം അഭിനന്ദിക്കുകയും മോട്ടിവേഷൻ നൽകുകയും പഠനത്തിൽ വലിയ താൽപര്യമുണ്ടാക്കുകയും ചെയ്യണം. കുടുംബത്തിൽ 10ാം ക്ലാസ്സിൽ മുഴുവൻ സബ്ജക്റ്റിലും A+ നേടിയ ഒരു വിദ്യാർത്ഥിക്ക് കുടുംബങ്ങളുടെ സമ്മാനങ്ങളുടെ സാഗരങ്ങൾ ഒഴുക്കിയാൽ ആ കുട്ടി വലിയ മാനസികമായ വികാസമുണ്ടാകും. നേരെ മറിച്ച് എല്ലാ സബ്ജക്റ്റിലും ഞാൻ A+ വാങ്ങിയിട്ട് എന്റെ കുടുംബങ്ങളൊന്ന് വിളിച്ച് എന്നൊരു അഭിനന്ദിക്കുന്ന പോലും ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പഠിച്ചിട്ട് എന്ത് കാര്യമാണെന്ന് തോന്നുന്ന വിദ്യാർത്ഥികളും ഉണ്ട്. ഇസ്ലാം നേരത്തെ മാതാവിന്റെയും പിതാവിന്റെയും റോൾ വിദ്യാർത്ഥികളുടെ മാനസിക, ശാരീരിക, വിദ്യാഭ്യാസ, ആത്മീയ രംഗങ്ങളിൽ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് ഇസ്ലാം നേരത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം കുടുംബങ്ങൾ വളരെ സജീവമായി മനസ്സിലാക്കുകയും കുട്ടികളെ അഭിനന്ദിക്കുകയും ചെയ്യുക. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞുപോയാൽ അതിന് സങ്കടപ്പെടേണ്ടതില്ല. ഞാനും ഒരവസരത്തിൽ അങ്ങനെയായിരുന്നു, പക്ഷേ ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് വലിയ മാർക്ക് വാങ്ങി എന്നുള്ള സ്വാന്തനമാണ് അവിടെ കൊടുക്കേണ്ടത്. അതിനു പകരം വീട്ടിൽ നിന്ന് പുറത്താക്കുക തുടങ്ങിയിട്ടുള്ള, ചീത്ത വിളിക്കുക തുടങ്ങിയിട്ടുള്ള, നിന്നോട് ഞാനിനി സംസാരിക്കയില്ല എന്ന് പറയുന്ന മാതാവും പിതാവും അല്ല നമുക്ക് ഉണ്ടാകേണ്ടത്.
അതൊന്നും ഒരു വിഷയമല്ല. പരാജയം വിജയത്തിലേക്കുള്ള കുറുക്കുവഴിയാണ്. നീ കേട്ടിട്ടില്ലേ എഡിസന്റെ കഥ? ഞാൻ വായിച്ച എഡിസന്റെ കഥയിൽ 400 തവണ അദ്ദേഹം ബൾബിന്റെ ഫിലമെന്റ് കണ്ടുപിടിക്കാൻ നടത്തുകയും പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ശ്രമിക്കുന്ന സമയത്ത് അതുവഴി വന്ന ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്നേക്കാൾ വലിയ വിവരദോഷി ആരാണ് ലോകത്തുള്ളത്? പക്ഷേ ഈ പ്രതികരണത്തെ അവഗണിച്ചുകൊണ്ട് എഡിസൺ വീണ്ടും ശ്രമം തുടർന്നു. എഡിസൺ അന്ന് ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ഇനി ഞാൻ മുമ്പോട്ടില്ല എന്ന് കരുതി മാറി നിന്നിരുന്നെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ലോകം ഇരുളിലാകുമായിരുന്നു. വേറെ ആളുകൾ ഒരുപക്ഷെ വന്നേക്കാമെങ്കിലും അതാണ് ഞാൻ ഒരർത്ഥത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ 100 കണക്കിന് തവണകൾ അധ്വാനിച്ചിട്ടും പരാജയപ്പെട്ട് വീണ്ടും ശ്രമിച്ചിട്ട് എഡിസൺ ഇന്നും ബൾബിന്റെ ഫിലമെന്റിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തിലോ 2 വിഷയത്തിലോ 3 വിഷയത്തിലോ A+ കിട്ടാത്തതിന്റെ പേരിൽ കുട്ടിയെ ഒരാളും കുരിശിലേറ്റാൻ പാടില്ല. എങ്ങനെ കുട്ടിയെ ഈ ഫെയിലായ വിഷയത്തിൽ വലിയ മാർക്ക് നേടാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. നമ്മുടെയൊക്കെ നാടുകളിൽ പലപ്പോഴും വിദ്യാർത്ഥികളെ ഈ രീതിയിൽ 1-2 വിഷയം പോയതിന്റെ പേരിൽ വളരെയധികം ചീത്ത പറയാറുണ്ട്. അങ്ങനെ ചീത്ത പറഞ്ഞാൽ തുടർന്നുള്ള പഠനത്തിന് അത് വലിയ തടസ്സമായി മാറും. മറ്റൊന്ന്, നമ്മുടെ സന്തതികളെ പഠനരംഗത്ത് വലിയ ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുക. ഒന്ന്, പഠിക്കാനുള്ള ഉപകരണങ്ങൾ കൃത്യനിഷ്ഠതയോടുകൂടി വാങ്ങിക്കൊടുക്കുക. അങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാം, നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ സ്കൂളുകളിൽ നിന്നും മദ്രസകളിൽ നിന്നും ചില പീരീഡുകളിൽ നമ്മൾ പുറത്ത് നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? നോട്ട് ബുക്ക് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പെന്ന് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മേക്ക് റബ്ബർ ഇല്ലാത്തതുകൊണ്ട്. അന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് അങ്ങനൊരു സംവിധാനം പൂർണ്ണമായി ലഭിക്കാറില്ല. നോട്ട്ബുക്കൊക്കെ പൂർണ്ണമായും മാതാപിതാക്കൾ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ പലപ്പോഴും നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മളിപ്പോഴും അനുസ്മരിക്കുകയാണ്. ഈ ഒരവസ്ഥ ഇന്നിന്റെ ലോകത്തില്ലെങ്കിലും വിരളമായിട്ടെങ്കിലും നമ്മൾ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ക്ലാസ്സിൽ വരുന്ന വിദ്യാർത്ഥികളുടെ രൂപവും ഭാവവും ഡ്രസ്സും അവരുടെ പഠന ഉപകരണങ്ങളെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണമായ പഠനം പലപ്പോഴും നടത്താറുണ്ട്. നടത്തുമ്പോഴൊക്കെ ഇതിന്റെയൊക്കെ റിസൾട്ട് എത്തുന്നത് ഫാമിലിയിലേക്കാണ്. ഫാമിലികളുടെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയാണ് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ കുറവ് കൊണ്ടോ അതില്ലായ്മ കൊണ്ടോ ഒന്നും പഠനരംഗത്ത് നിന്ന് മാറുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ഏറിയ വിദ്യാർത്ഥികളും പഠനം നിർത്തി, സാമ്പത്തികമായ പ്രശ്നം കാരണം പഠനം നിർത്തി വേറെ ജോലികൾക്ക് പോകുന്നതുകൊണ്ട് 10ാം ക്ലാസ്സിലൊക്കെ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾ വരെ +1 +2 കഴിഞ്ഞുകൊണ്ട് ഷോപ്പിൽ ജോലിക്ക് പോകുന്ന അവസ്ഥകൾ ധാരാളമുണ്ട്. എന്താണ് അതിന്റെ കാരണം? തുടർ പഠനത്തിന് സാമ്പത്തികമായ ആസ്തി ഇല്ലാത്തതുകൊണ്ട്. പിതാവിന്റെ രോഗവും മാതാവിന്റെ അശക്തതയുമൊക്കെ കുടുംബത്തിന് താല്പര്യമില്ലായ്മയൊക്കെയാണ് പഠനം നിർത്താൻ കാരണം. അങ്ങനെയുള്ളൊരവസ്ഥ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. 2, ഹോംവർക്കുകൾ ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാതെ ഇന്നുള്ള ഹോംവർക്കുകളൊന്നും ചെയ്തു തീർക്കാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പല അധ്യാപകന്മാരും വലിയ ഡിഗ്രി ഉള്ളവരാണെങ്കിലും പഠിപ്പിക്കേണ്ട മെത്തേഡ് പലർക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.
ഇത് പറയാൻ കാരണം LKG UKGയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവരെക്കാളും വലിയ ഹോംവർക്കുകൾ കൊടുക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിയാണോ അല്ലെങ്കിൽ ബുദ്ധി രഹിതമായ പ്രവർത്തനമാണോ എന്ന് സംശയം വരികയാണ്. ഇത് പറയുമ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ ഇത്രയും മാസങ്ങൾക്കുള്ളിൽ തീർക്കണ്ടേ എന്ന ചോദ്യം, അവിടെയാണ് അധ്യാപകന്റെ കഴിവ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പാഠഭാഗങ്ങൾ എങ്ങനെ തീർക്കാം എന്ന പുതിയ മെത്തേഡ് അധ്യാപകന്മാർ ആവിഷ്കരിക്കുക. പല സന്ദർഭങ്ങളിലും നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട്, എല്ലാ ദിവസവും അധ്യാപകൻ പുതിയ ഒരു അധ്യാപകനെ ആയിരിക്കണം വിദ്യാർത്ഥികൾക്ക് കാണേണ്ടത്. ഏതോ കാലത്ത് കുറെ ചൊല്ലിപ്പടിച്ച ഇംഗ്ലീഷും അറബിയും അർത്ഥവും ആശയവും വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ കഴിഞ്ഞ വർഷം പറഞ്ഞ അതേ മീനിങ് ഈ വർഷവും പറയുക എന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ഖുർആനായിരുന്നാലും ഹദീസായിരുന്നാലും സ്കൂളിലെ വിഷയങ്ങളായിരുന്നാലും പുതിയ അപ്ഡേഷൻസ് വളരെ നിർബന്ധമാണ്. പുതിയ തലമുറയോട് സംവദിക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ പഴകിപ്പൊളിച്ച ഭാഷാ രംഗത്തുള്ള പിന്നോക്കാവസ്ഥയും ദൈനംദിനം അല്ലെങ്കിൽ ആഴ്ചതോറും പരിശീലനവും എക്സ്പീരിയൻസും ലഭിക്കാത്ത അധ്യാപകന്മാരൊക്കെ പണ്ടുകാലങ്ങളിൽ സ്കൂളിലുള്ള ഏതെങ്കിലും പുസ്തകം വായിച്ചു പഠിച്ച് അതിങ്ങനെ പാടിപ്പറഞ്ഞു കൊടുക്കുന്നതിലുപരി ആധുനികതയോട് സമരസപ്പെടുത്തി വിദ്യാർത്ഥികളെ പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ക്ലാസ് എടുക്കുന്ന എത്ര പേരുണ്ട്. അതുകൊണ്ടാണ് വളരെ ബോധത്തോടുകൂടി ഞാൻ പറയുന്നത്, പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലുമുള്ള അധ്യാപകന്മാർക്ക് കോച്ചിങ് വളരെ കുറവാണ്. പലരും സ്ത്രീകളാണ്. അത് ഈ പറയുന്നത് ഇത്രയും കുരുന്നു മനസ്സുകൾക്ക് ഇത്രയും വലിയ ഹോംവർക്ക് നൽകി വൈകിട്ട് മഗ്രിബിന് ശേഷം ഇരുന്ന് 11 മണി വരെ ഇരുന്ന് പിന്നെ അവർ തലയെ ചൊറിഞ്ഞുകൊണ്ട് ഭക്ഷണം പോലും യഥാർത്ഥ രീതിയിൽ കഴിക്കാതെ കിടന്നുറങ്ങി ബേജാറോടുകൂടി കിടന്നുറങ്ങുന്ന ഒരവസ്ഥ ഒരിക്കലും കുരുന്നു മനസ്സിന് ഉണ്ടാകാൻ പാടില്ല. നിരവധി ഹോംവർക്കുകൾ ക്ലാസ്സിൽ നിന്ന് തന്നെ അധ്യാപകന്റെ ഹെൽപ്പോടുകൂടി ചെയ്യാൻ കഴിയിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഹോംവർക്കുകൾ, വളരെ ഹയറായ ഹോംവർക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാതാപിതാക്കൾ വളരെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ പ്രയാസകരമാണ്. മദ്രസയിലേതും പഠിക്കണം, സ്കൂളിലേതും പഠിക്കണം. പക്ഷെ അതിന് ഇന്ന് നമ്മുടെയൊക്കെ ഭാര്യമാർക്ക് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കാവസ്ഥ ഉള്ളതുകൊണ്ട് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അവർക്ക് ഇംഗ്ലീഷൊക്കെ നന്നായി മനസ്സിലാക്കാനും അറിയാനും കഴിവില്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടാത്തതിന്റെ പേരിൽ ആ കുട്ടി ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെന്നും ബുക്കൊക്കെ എറിഞ്ഞ് ഉറങ്ങുന്ന അവസ്ഥകളും പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ കാരണം? വീട്ടിൽ നിന്ന് ഹോംവർക്കുകൾക്കും പഠിച്ച ഭാഗങ്ങൾ വായിപ്പിക്കുന്ന രംഗത്തൊക്കെ മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും ജ്യേഷ്ഠാനുജന്മാരുടെയും ഹെൽപ്പ് വളരെ അത്യാവശ്യമാണ്, സഹായം വളരെ അത്യാവശ്യമാണ്. അങ്ങനെ മാതാപിതാക്കളുടെ സഹായം കിട്ടിയ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ വരുമ്പോൾ അധ്യാപകന് അത് മനസ്സിലാക്കാൻ കഴിയും, കിട്ടാത്തവരെയും മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ വളരെ ഇഫക്റ്റീവായ വിഷയങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, കുടുംബത്തിന്റെ, മാതാപിതാക്കളുടെ, വീട്ടുകാരുടെ ഹെൽപ്പ് നന്നായി വേണം. ഒന്നുകൂടി ഞാൻ ഈ സമയത്ത് പറയട്ടെ, ടൈം മാനേജ്മെന്റ്, തൻലീമുൽ വഖ്ത്, സമയക്രമീകരണം. ഇസ്ലാം നേരത്തെ തന്നെ സമയക്രമീകരണത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വല്ലുഹ വൽ ഫജർ വൽ അസ്ർ എന്ന തലവാചകങ്ങളൊക്കെ ടൈം മാനേജ്മെന്റിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ലുഹ എന്ന ടൈം വളരെ ഇഫക്റ്റീവായ ടൈമാണ്. അതിൽ ആരാധനകൾക്ക് വലിയ മാനസിക വികാസമുണ്ടാകും. മനുഷ്യന്റെ പ്രധാന പ്രവർത്തനങ്ങളൊക്കെ പ്രഭാത ടൈമിലായിരിക്കട്ടെ എന്നതിലേക്കൊക്കെയാണ് അത് സൂചന നൽകുന്നത്. അപ്പോൾ ടൈം മാനേജ്മെന്റ് വളരെ അത്യാവശ്യമാണ്. ഒരു വർഷം കൊണ്ട് അധ്യാപകൻ എടുത്തു തീർക്കേണ്ട പാഠഭാഗങ്ങൾ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ക്രമീകരിച്ചുകൊണ്ട് ഇത്ര പ്രവൃത്തി ദിവസമുണ്ടാകും, ഇത്ര മണിക്കൂറുകൾ ഉണ്ടാകും, അതുകൊണ്ട്
ഇത്ര മാസത്തിനുള്ളിൽ എനിക്ക് ഇത്ര പാഠഭാഗങ്ങൾ എടുത്തു തീർക്കാമെന്ന ഒരു മുൻധാരണയുണ്ടായാൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഇന്ന് സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന, പല സ്ഥാപനങ്ങളിലും കണ്ടുവരുന്ന ഒരു വസ്തുത, വിദ്യാർത്ഥികളുടെ പഠന പുരോഗതിക്കൊന്നും പലരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അതിൽ നേരുണ്ടോ, നേരിന്റെ അംശമുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് സർക്കാർ ഉദ്യോഗമാണ് എന്ന് മനസ്സിലാക്കാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രാപ്പകൽ ഭേദമന്യേ അധ്വാനിക്കുന്ന അധ്യാപകരുമുണ്ട്. അവർക്കൊക്കെ സൃഷ്ടാവ് അറിവിന്റെ രംഗത്ത് വലിയ വികാസം നൽകുമാറാകട്ടെ. അപ്പോൾ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്തുകൊണ്ട് അധ്യയന വർഷം തീരുന്ന സമയത്ത്, പാഠഭാഗങ്ങൾ എമ്പാടും ബാക്കി വരുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്പെഷ്യൽ ക്ലാസ് എടുത്തുകൊണ്ട് വായിച്ചു തീർക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. അതിന് അധ്യാപകന്മാർ ചെയ്യേണ്ടത് കറക്റ്റ് ടൈമിന് ക്ലാസ്സിൽ വരിക. 1 മണിക്കൂറാണ് ഒരു പീരീഡ് ഉള്ളതെങ്കിൽ പോവാലോ എന്ന് മനസ്സിലാക്കി 15 മിനിറ്റ് ചായ കുടിച്ച് സ്റ്റാഫ് റൂമിൽ നിൽക്കാതെ ആ കൃത്യ ടൈമിൽ അറ്റൻഡ് ചെയ്യുക വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മുടെ ഒരു ദൗത്യവും കൂടിയാണ്. മദ്രസയെ അല്ലെങ്കിൽ പള്ളി ദർസുകളെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നത് 1 മണിക്കൂർ ഉണ്ടാകുന്ന പ്രവൃത്തി ടൈം, അതിൽ 10 മിനിറ്റ് വഴുകി വന്നാൽ എങ്ങനെ ആ 10 മിനിറ്റിൽ ഉണ്ടാകുന്ന ശമ്പളം ഈ അധ്യാപകന് എങ്ങനെ ഇസ്ലാമിക ദൃഷ്ട്യാ അനുവദനീയമാകും? ഒരിക്കലും അനുവദനീയമാകുകയില്ല. വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ ക്ലാസ്സിൽ വന്ന് അധ്യാപകന്മാരെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അതുകൊണ്ട് കറക്റ്റ് ടൈമിന് ക്ലാസ്സിൽ ഹാജരാകുകയും കറക്റ്റ് ടൈമിന് ക്ലാസ് ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുത. നേരത്തെ അധ്യയന വർഷത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ പാഠഭാഗങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് പ്രവൃത്തി ദിവസവും കൂട്ടി ഓരോ ദിവസത്തിനും എടുത്തു തീർക്കാവുന്ന പാഠഭാഗം ക്രമീകരിക്കുക. വളരെ പ്രയാസരഹിതമായി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഇതുകൊണ്ട് ടൈം മാനേജ്മെന്റ്. അതേ പ്രകാരം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്, എടുക്കുന്ന പാഠഭാഗങ്ങൾ അതിലുള്ള മെയിൻ പോയിന്റ്സ് നമ്മൾ ചുരുക്കി രത്നചുരുക്കമായി പറഞ്ഞു കൊടുക്കുക. ഈ ഒരു സംവിധാനം ഒരുക്കിയാൽ മെമ്മറി പവർ കുറഞ്ഞ, വായിക്കാൻ പ്രയാസമുള്ള വിദ്യാർത്ഥികൾക്കും കൂടി പരീക്ഷയിൽ വിജയിക്കാൻ കഴിയും. നമ്മുടെയൊക്കെ മേഖലകളിൽ പരീക്ഷ എന്ന് പറയുന്നത് പകപോക്കലിന്റെ മേഖലയാവാൻ ഒരിക്കലും പാടില്ല. എങ്ങനെ പരീക്ഷ എഴുതാം എന്ന സൈക്കോളജിക്കൽ മെത്തേഡ് അനുസരിച്ചും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ലോ അനുസരിച്ചും നമ്മൾ മനസ്സിലാക്കിയപ്പോൾ, ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഏത് പഠിക്കാത്തവനും വിജയിച്ച് കയറാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ സംവിധാനിക്കണമെന്നാണ് പുതിയ മെത്തേഡ്. എന്ന് പറഞ്ഞാൽ 2 ടഫുള്ള ചോദ്യം, ഒരു എസ്സേ, ഒരു 5 ചോദ്യത്തിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നൊരു ക്വസ്റ്റ്യൻ ഇട്ടാൽ അത് 2ന് 15 ആൻഡ് 15 30 മാർക്കും ഇട്ടാൽ ഈ 5 ചോദ്യത്തിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണത്തിന്റെ ആൻസർ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ വളരെ വളരെ കുറവായിരിക്കും. അപ്പൊ പരീക്ഷ നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട അനേകായിരം വിഷയങ്ങളുണ്ട്. ഇപ്പം പറയുന്നത് എടുത്ത പാഠത്തിലുള്ള ഖുലാസത്തുൽ കലാം, ടോട്ടൽ അല്ലെങ്കിൽ മെയിൻ പോയിന്റ്സ്. ഇന്ന് നമ്മൾ പറഞ്ഞത് 10 വിഷയമാണ് എന്ന് പറഞ്ഞ് ചുരുക്കി അത് പറയുകയും എഴുതി കൊടുക്കുകയും ചെയ്താൽ പാഠഭാഗങ്ങൾ ഫുള്ള് വായിച്ചു തീർക്കാൻ സമയം കിട്ടാത്ത വിദ്യാർത്ഥിക്ക് ഈ മെയിൻ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ പരീക്ഷയിൽ പ്രയാസരഹിതമായി വിജയിക്കാൻ കഴിയും. നമ്മളൊക്കെ നമ്മുടെ അധ്യാപന രംഗത്ത് ചെയ്യുന്ന ചില വിഷയങ്ങളാണ്. എങ്ങനെ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയും, എടുത്ത പാഠഭാഗങ്ങളുടെ മെയിൻ പോയിന്റ്സ്, ക്യാപ്സൂൾസ് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്താൽ, അത് നോട്ട്സ് ആക്കിയാൽ പരീക്ഷയുടെ 2 ദിവസം മുമ്പ് വലിയ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ ഒരു തവണ നോക്കിയാൽ പെട്ടെന്ന് എഴുതാൻ കഴിയും.
അപ്പൊ എടുക്കുന്ന പാഠഭാഗങ്ങളിലുള്ള മെയിൻ പോയിന്റ്സുകൾ രത്നച്ചുരുക്കമായി അവതരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ നമ്മുടെ ക്ലാസുകൾ വളരെ ഇഫക്റ്റീവാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.